ഇവിടെ ഇവളുടെ ചേച്ചി അവളുടെ പെട്ടിക്കടയൊക്കെ കളഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് വിവാഹം കഴിപ്പിക്കാനായി ശ്രമിക്കുന്നു. അതിനായിട്ട് ഇവളെ ഒരുക്കി മേക്കപ്പും ചെയ്തു കൊടുക്കുന്നു. അപ്പോഴാണ് അവൾ അറിയുന്നത് തന്റെ ചേച്ചി കണ്ടുപിടിച്ചു വച്ചേക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള പണക്കാരനെയാണെന്ന്. അവളും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാളെ കാണാനായിട്ട് പോകുന്നു. പക്ഷെ ചേച്ചിയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ഇവളെ വിൽക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അവള് അവിടെ എത്തുമ്പോൾ ഒരു വയസ്സായ ആളായിരിക്കുമെന്ന് കരുതി ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അതൊരു ചെറുപ്പക്കാരനായിരുന്നു. ചേച്ചിക്കിനി ആള് മാറിപ്പോയതാവുന്നതാണ് ഇവൾ വിചാരിക്കുന്നത്. അങ്ങനെ ഇവള് അയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ 10 മില്യൺ വേണം എങ്കിലേ താൻ കല്യാണത്തിന് സമ്മതിക്കുന്നു പറയുന്നു. അയാൾക്ക് അത്രയും വലിയൊരു തുക കൊടുക്കാൻ സാധിക്കില്ലെന്ന് കരുതിയാണ് ഇവൾ അത്രയും ചോദിക്കുന്നത്. പക്ഷെ അവനാണെങ്കിൽ അത് തരാമെന്ന് പറയുന്നു. ഇവളും അത് കേട്ട് ഷോക്കാവുന്നു. ഇവന്റെ അമ്മയും കല്യാണം കഴിക്കാനായി ഇവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇവളെ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ കറക്റ്റ് സമയം തന്നെ ആ വയസ്സായ ഇവളുടെ യഥാർത്ഥ വരനും അയാളുടെ മക്കളും കൂടി എത്തുന്നു. ഇവള് പെട്ടെന്ന് തന്നെ ഹീറോയോട് അവളെ രക്ഷിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവരെല്ലാം അടിച്ചോടിച്ച് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഇനിയും കല്യാണം കഴിക്കാതിരുന്നല്ല ചേച്ചി ഇതുപോലത്തെ മാരണങ്ങളെ കൊണ്ടുവരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവളും സമ്മതിച്ച് അയാളെ വിവാഹം ചെയ്യുന്നു. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല അവൾ കല്യാണം കഴിച്ചത് ഒരു വലിയൊരു കോടീശ്വരനെ തന്നെയാണെന്ന്.